സ്വർണ്ണമൊത്ത കച്ചവടക്കാരന്റെ 1.25 കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ 6 പ്രതികൾ പിടിയിൽ. പാലക്കാട് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾ ഉപയോഗിച്ച കാറും 900 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. കാളാട് വട്ടക്കിണർ കുന്നത്ത് മുഹമ്മദ് റിഷാദ്, തിരൂർ പച്ചാട്ടിരി കൊട്ടേക്കാട്ടുതറയിൽ മുഹമ്മദ് ഷാഫി, തിരൂർ പച്ചാട്ടിരി മരക്കാരകത്ത് കളത്തിൽപ്പറമ്പിൽ ഹാസിഫ്, താനൂർ അൽബസാർ കുപ്പന്റെപുരക്കൽ റമീസ്, പട്ടാമ്പി കുന്നത്തുതൊടി ലിബർട്ടി സ്ട്രീറ്റ് പുതുമനത്തോടി വിവേക്, മീനടത്തൂർ മന്നത്ത് നൌഫൽ എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് ശുഭ ഗോൾഡ് എന്ന സ്വർണ്ണമൊത്ത കച്ചവട സ്ഥാപന ഉടമ പ്രവീൺ സിംഗ് രാജ്പുത് സ്ഥാപനത്തിലെ ജീവനക്കാരൻ മഹേന്ദ്ര സിംഗ് റാവുവിന്റെ കൈവശം കച്ചവടത്തിനായി വിവിധ ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച 2 കിലോ സ്വർണ്ണാഭരണങ്ങളും 43.5 ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് പ്രതികൾ കവർന്നിരുന്നത്. മെയ് 5 വൈകിട്ട് 4:30 സംഭവം. കാപ്പ ചുമത്തിയതിനാൽ ജില്ലക്ക് പുറത്ത് താമസിക്കുന്ന പ്രതി മുഹമ്മദ് റിഷാദ് സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രധാനിയും നിരവധി കേസുകളിൽ പ്രതിയുമാണ്. ഇയാളാണ് മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി കവർച്ച ആസൂത്രണം ചെയ്തത്. കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് പ്രതികൾ സ്വർണം വ്യാജമായി ഓർഡർ ചെയ്ത് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയത്. ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയായിരുന്നു. തുടർന്ന് നിരവധി CCTVകളും മറ്റും പരിശോധിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. താനൂർ ഇൻസ്പെക്ടർ J മാത്യു, സബ് ഇൻസ്പെക്ടർമാരായ K അജിത്, പ്രമോദ്, സുഗീഷ്, CPOമാരായ സലേഷ്, സബാസ്റ്റ്യൻ, ശ്രീഹരീഷ്, ശ്രീജിത്ത്, ലിബിൻ, അനീഷ്, രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ് താനൂർ.